ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന റെസിപ്പി പപ്പായ ഉണക്കിയിട്ടുള്ള അച്ചാറാണ്. വളരെ രുചികരമായ ഈ അച്ചാർ വീണ്ടും വീണ്ടും നിങ്ങൾക്ക് കഴിക്കാൻ തോന്നുന്ന ഒരു അച്ചാറാണിത്. നിങ്ങൾ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതിന് ഞാൻ ഇവിടെ ഒരു വലിയ പപ്പായയാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ ഞാൻ 2 ചെറിയ പപ്പായ കൂടി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പപ്പായ കഴുകി തുടച്ചതിന് ശേഷം നടുകീറി ഇതിൻ്റെ ഉള്ളിലത്തെ കുരുവെല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്തതാണിത്. ഇനി നമുക്കിത് ചെറുതായി ഇതുപോലെ ഒന്ന് അരിഞ്ഞു മാറ്റി വെക്കാം. ഇങ്ങനെ വേണം ഇത് കട്ട് ചെയ്യാൻ. ഞാനിവിടെ 3 പപ്പായയാണ് എടുത്തിരിക്കുന്നത്. പപ്പായ ഉണങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് മാത്രമേ ഉണ്ടാവൂ. അതുകൊണ്ടാണ് ഞാനിവിടെ എനിക്കാവശ്യമായ 3 പപ്പായ എടുത്തത്. നിങ്ങൾക്ക് ആവശ്യത്തിന് നിങ്ങൾ പപ്പായ എടുക്കുക. എന്നിട്ട് ഇതുപോലെ 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി വിതറിയിട്ട് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം ഇത് വെയിലത്ത് വെച്ച് ഉണക്കാം. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ടെറസിൽ കൊണ്ടുപോയി ഇത് ഉണക്കിയിടാം. ഞാൻ ഒരു പ്ലാസ്റ്റിക് കവറിലും പിന്നെ ഒരു പാത്രത്തിലും വെച്ച് ഉണക്കിയെടുത്തതാണ് ഈ പപ്പായ. കണ്ടോ, ഒരു ദിവസം ഫുള്ളായി വെയിൽ കൊണ്ടിട്ടുണ്ട്. ഒരു ദിവസം മാത്രം ഉണക്കിയെടുത്താൽ മതി. ഇനി നമുക്ക് അടുപ്പിലേക്കൊരു പാൻ വെച്ച് കൊടുക്കാം. ഇതിലേക്കൊരു 200 ഗ്രാം എണ്ണയും ഒരു 50 ഗ്രാം വെളിച്ചെണ്ണയും നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തീ നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാം. വെളിച്ചെണ്ണയും എണ്ണയും ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 പിടി കറിവേപ്പില നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. രണ്ടും ഒന്ന് മൊരിഞ്ഞ് വന്നാൽ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്, അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി പേസ്റ്റും 8 പച്ചമുളക് ചതച്ചതും നമുക്കിതിലേക്ക് ചേർക്കാം. എന്നിട്ടൊന്ന് നന്നായി നമുക്ക് ഇളക്കി കൊടുക്കാം. പച്ചമുളകും ഇഞ്ചിയും വേപ്പിലയും എല്ലാം ഒന്ന് മൂത്ത് മണം വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. മണം വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഒരു 2 സെക്കൻഡ് നേരം നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി നമുക്ക് യോജിപ്പിക്കാം. മുളക് പൊടിയെല്ലാം ഒന്ന് നന്നായി മൂത്ത് വരട്ടെ. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. തീ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ക്യാമറ ഓഫായതിനാലാണ് ഇടുന്നത് കാണാതിരുന്നത്. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളും ഇതുപോലെ ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുക്കുക. പപ്പായ നമ്മൾ ഉപ്പിട്ടതിനാൽ ഇതിലേക്ക് കുറച്ച് മാത്രം ചേർത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് പപ്പായ ഉണക്കിയെടുത്തതാണ്. 3 പപ്പായ ആയതിനാൽ എനിക്ക് കുറച്ചധികം തന്നെയുണ്ട് ഉണങ്ങി കിട്ടിയപ്പോൾ. ഞാൻ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. എല്ലാ ഭാഗത്തേക്കും മുളക് പൊടിയും ഇഞ്ചി വെളുത്തുള്ളി എല്ലാത്തിൻ്റെയും രുചി ഇതിലേക്ക് പിടിക്കാൻ എല്ലാ ഭാഗവും നന്നായി ഒന്ന് ഇളക്കി 2 സെക്കൻഡ് നേരം യോജിപ്പിക്കാം. തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വേണം ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാൻ. ഇനി നമുക്കിതിലേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. 1/2 കുപ്പി വിനാഗിരിയാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പപ്പായ വിനാഗിരി വേഗം വലിച്ച് കുടിക്കും. അതുകൊണ്ട് വിനാഗിരി വറ്റുംതോറും നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട്. പപ്പായയുടെ മുകളിൽ നിൽക്കുന്ന വിധത്തിൽ വേണം വിനാഗിരി നിൽക്കാൻ. അതുവരെ ഒഴിച്ചു കൊടുക്കണം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2.5 അച്ച് ശർക്കരയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. 2.5 അച്ച് ശർക്കര ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു നുള്ളു ഉപ്പ് കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ കൂടെ കുറച്ച് കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊരു 5 മിനിറ്റ് അടച്ചു വെക്കാം. ഇനി നമുക്ക് അടപ്പ് തുറന്ന് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. തീ ഹൈ ഫ്ലെയിമിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം.
എന്നിട്ട് നമുക്കിതിലേക്ക് അച്ചാർ പൊടി ഇട്ട് കൊടുക്കാം. ഒരു പാക്കറ്റ് അച്ചാർ പൊടിയുടെ പകുതി നമുക്കിതിലേക്ക് ചേർക്കേണ്ടതുണ്ട്. ഞാനിതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ അച്ചാർ പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നന്നായി ഒന്ന് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. പപ്പായ വേവാനുള്ളത് കൊണ്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് 2 സെക്കൻഡ് വേവിക്കാം. പപ്പായ അച്ചാർ ഇവിടെ റെഡിയായി കഴിഞ്ഞു. പപ്പായയെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അങ്ങനെ വളരെ രുചികരമായ പപ്പായ അച്ചാർ ഇവിടെ റെഡിയായി കഴിഞ്ഞു. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഓക്കേ, ബൈ ബൈ.